ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സങ്കീർത്തനങ്ങൾ 72:18. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ന്യൂസസ് ടൈമിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ജെൻസി ജോബി. ഞാൻ 11 വർഷമായി ഷാർജയിൽ ജീവിത പങ്കാളിയും മക്കളുമായി താമസിക്കുന്നു. നാട്ടിൽ ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുളിങ്കര സെന്റ് മേരീസ് ഇടവകാംഗമാണ്. എൻ്റെ പേര് പ്രീത സന്തോഷ്. ഞാൻ ഷാർജയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ 11 വർഷമായി ഷാർജയിൽ താമസിക്കുന്നു. ഞാനും ജീവിത പങ്കാളിയും 4 മക്കളും ഒന്നിച്ച് ഷാർജയിൽ താമസിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ തോട്ടയ്ക്കാട് സെൻറ്റ് ജോർജ് ചർച്ച് ഇടവകാംഗമാണ്. ജെൻ സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെ ജീവിതാനുഭവങ്ങളും ഈശോയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒന്ന് വിവരിക്കാമോ? ഞാൻ ചെറുപ്പം മുതലേ ഒരു ദൈവിക വിശ്വാസത്തെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിലായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥനകളിലും എല്ലാം നിർബന്ധമായി പറഞ്ഞു വിട്ടിരുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ പറഞ്ഞു വിടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് കാത്തലിക് സ്കൂളുകളിലും നേഴ്സിംഗ് പഠിച്ചതും വർക്ക് ചെയ്തതും എല്ലാം കാത്തലിക് സ്ഥാപനങ്ങളിലായിരുന്നു. അപ്പോൾ പരമാവധി സമയത്ത് എല്ലാം കുർബാനയിലും പിന്നെ ധ്യാനങ്ങൾ ജപമാലയിലെല്ലാം പങ്കെടുക്കാനായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഷാർജയിൽ വന്നതിന് ശേഷമായാലും ഇവിടെ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകാനും പിന്നെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. ജെൻസിക്കൊപ്പം ഡെയിലി മാസിന് പോകാനും യേശുമായിട്ട് കൂടുതൽ അടുക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യം ലഭിച്ചിട്ടുണ്ടോ? ജോലി മേഖലയിലാണെങ്കിലും നാട്ടിൽ വെച്ച് എനിക്ക് ഒരുവിധം അങ്ങനെ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് രാവിലെയും വൈകിട്ടും കുർബാന ഉണ്ടാവും. അപ്പം നൈറ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നു ദൈവം എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ജെൻസി പറഞ്ഞതുപോലെ തന്നെ അതുപോലൊരു സാഹചര്യമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് വീട്ടിലാണെങ്കിലും സൺഡേ സാറ്റർഡേസിൽ പള്ളിയിൽ പോകുന്ന കാര്യത്തിലും പള്ളിയുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കുമായിരുന്നു. അതുപോലെ തന്നെ മിഷിലെങ്കിലും കൊയർ പ്രാക്ടീസിലും ഒക്കെ ഞങ്ങൾക്ക് പോകാൻ സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് കുറച്ച് നാൾ ജോലിയിലായിരുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഈശോയുമായിട്ട് കൂടുതൽ അടുക്കുവാനും ഒക്കെ സാധിച്ചു. മിനിസ്റ്ററിലേക്ക് വന്ന ശേഷമാണെങ്കിലും കൂടുതൽ ഈശോയോട് അടുക്കുവാനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വചനങ്ങളൊക്കെ ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയിലൊക്കെ ആണെങ്കിലും ഓരോ രഹസ്യം ചൊല്ലിയതിന് ശേഷവും വചനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡാണെങ്കിലും അതിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. പാട്ട് പാടാനും പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ സമയത്തൊക്കെ കൂടുതലും ഡിവോഷണൽ സോങ്സ് കേൾക്കാനായിട്ട് എനിക്കിഷ്ടം. അങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ഈശോയുടെ കൂടുതൽ അടുക്കുവാനായിട്ടുള്ള സാഹചര്യമായിരുന്നു. കുറച്ച് നാൾ എനിക്ക് ജോലിയില്ലാതിരുന്ന അവസരങ്ങളിലാണെങ്കിലും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് നമ്മൾ കുറേ ഫ്രീ ആണല്ലോ. ആ സമയത്തൊക്കെ പള്ളിയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഷാർജയിൽ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇടയ്ക്ക് പോയി കുറച്ച് നേരം ഇരുന്ന് ജപമാല ആണെങ്കിലും വചനം വായിക്കുന്നതിലാണെങ്കിലും ഒക്കെ എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഈശോയുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ദൈവം തന്നു. അതുപോലെ തന്നെയായിരുന്നു ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കാത്തലിക് സ്ഥാപനം ആയതുകൊണ്ട് രാവിലെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കും മൊത്തം ഹോസ്പിറ്റൽ സ്റ്റാഫ് ഡ്യൂട്ടിക്ക് കയറുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ ചെന്നിട്ട് ഓരോ കേസിന് മുമ്പും പ്രാർത്ഥന എത്തിച്ച് ആ കേസിന് പങ്കെടുക്കുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ആ സർജറിക്ക് കയറുമ്പോൾ കീ ഹോൾ സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഡോക്ടർമാർക്ക് ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ അയ്യോ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യം ചിലപ്പോഴൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്ന സമയത്ത് സർജൻ പറയും നമുക്ക് ഓപ്പൺ സർജറിക്കുള്ളതെല്ലാം റെഡിയാക്കാനൊക്കെ പറയുന്ന ആ സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങളുടെ ഇൻചാർജ് ഒരു സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ പോയി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ കേസിന് കയറിയവരും പുറത്ത് നിൽക്കുന്നവരൊക്കെ മനസ്സിലായാലും ഞങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുമ്പോൾ ആ സർജറി ഓപ്പൺ ചെയ്യാതെ തന്നെ കീഹോളായിട്ട് തന്നെ സർജറി സ്മൂത്തായിട്ട് തീരുന്ന പല അനുഭവങ്ങളും നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഈശോയ്ക്ക് മഹത്വം. മത്തായി 18:19 പ്രകാരം പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ചു ചോദിക്കുന്ന ഏത് കാര്യവും സ്രോതസ്സിനെ പിതാവ് നിറവേറ്റി തരും. എനിക്ക് തോന്നുന്നു ആ വചനം അവിടെ പൂർത്തിയാകുകയായിരുന്നു അല്ലേ?
സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിലും ജോലി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്യാം. അതായത് എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ്. അവൾക്ക് +2 കഴിഞ്ഞപ്പോൾ അവൾക്ക് ലുക്കീമിയ എന്നുള്ള ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുകയും ആ സമയത്ത് അവളുടെ കൂടെ എനിക്ക് ആയിരിക്കുവാനും സാധിച്ചു. ഞാൻ ആക്ച്വലി ഒരു ഓൺകോളജി നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിലായിരുന്നപ്പോൾ. അപ്പോൾ അവളുടെ കൂടെ അവളുടെ പേരൻസിനോട് ചോദിച്ചു അവളുടെ കൂടെ കുറച്ച് നാൾ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് അവളുടെ കൂടെ നിൽക്കുവാനും അവൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ള ഒരവസരം ലഭിച്ചു. അപ്പോൾ അവളുടെ കീമോതെറാപ്പിയുടെ സമയത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ അങ്ങയുടെ തിരുരക്തം ആ കീമോ എടുക്കുന്ന സമയത്ത് ആ വേനിലൂടെ ഈശോയുടെ തിരുരക്തം തന്നെ ഒഴുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ കുറേ റിക്കവറായി. അതിനുശേഷം എനിക്ക് വേറൊരു ജോലി കിട്ടി. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ കണ്ടീഷൻ പിന്നെ വേഴ്സായി തുടങ്ങി. അങ്ങനെ അവൾ മരുന്നിനോടൊന്നും പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും പ്രതീക്ഷിക്കൊന്നും വകയില്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവളെ വന്ന് കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുകയും അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവളുടെ അടുത്ത് വരുന്ന സമയത്ത് അന്ന് തന്നെ ഈശോയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് തന്നെ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. അവളുടെ അച്ഛനെ വിളിച്ചു. അങ്ങനെ അവളുടെ റെസ്പോൺസ് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് മരുന്നൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മരുന്നുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവളുടെ കംപ്ലീറ്റ്ലി അവൾ ക്യൂറായി. ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് താമസിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന ദൈവവചനമാണ് ഇതിലൂടെ നമ്മളെ ദൈവം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് സിസ്റ്ററുടെ അനുഭവത്തിൽ കൂടിയെന്ന് എനിക്ക് തോന്നുന്നത് ചേച്ചി. ഇതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഒരു ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഒരു 3 വർഷം മുമ്പ്. അപ്പോൾ അവളുടെ ചെവിയിൽ നിന്ന് നല്ലപോലെ പഴുപ്പ് വന്ന് അവൾ കിടക്കുന്ന പില്ലോയിലൊക്കെ നല്ലപോലെ പസ് വന്നിരിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ കൊച്ചിന് സ്കൂളിൽ പോകുമ്പോഴേക്ക് കോട്ടം വെച്ചിട്ടാണ് പറഞ്ഞു വിടാറ്. അതുപോലെ സ്മെല്ലും ഉണ്ടായിരുന്നു. പക്ഷേ കൾച്ചറൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്രോത്തും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടല്ലേ, അവളുടെ ഹിയറിങ്ങിനെ ബാധിക്കും, കൊച്ചു ചെറിയതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരുടെ ഒപ്പീനിയൻ പോരാതെ ഞാൻ നാട്ടിൽ കൊണ്ട് ഡോക്ടറുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ചെന്നപ്പോഴും അവരും പറഞ്ഞു ഇത് കൾച്ചറൽ നോ ഗ്രോത്ത് ആണ്, അപ്പോൾ കൊച്ചിന് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി നമുക്കിത് ഇൻഫെക്ഷൻ മാറുമ്പോൾ നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും അവിടെ വിശ്വാസ പ്രമാണം ചെല്ലുകയും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദൈവാനുഗ്രഹത്താൽ അത് മാറിപ്പോകാനുള്ളൊരു വലിയൊരു കൃപ ദൈവം എനിക്ക് തരികയും തന്നിരുന്നു. കാരണം മോൾക്കിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഹിയറിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നവുമില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് മഹത്വം. ദൈവത്തിനൊന്നും അസാധ്യമല്ല അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഞങ്ങൾക്ക് 4 മക്കളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങളുടെ 4ാമത്തെ മോന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആക്ച്വലി ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു. കാരണം എനിക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലവും പിന്നെ മെനിഞ്ചൈറ്റിസും ഒക്കെ വന്ന് ശരിക്കും അത് ഒരു മിറക്കിൾ തന്നെയായിരുന്നു. അങ്ങനെ ക്യൂർ ആയതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് 4ാമതൊരു കൺസീവ് ചെയ്തപ്പോൾ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പക്ഷേ ആ പ്രഗ്നൻസി അക്സെപ്റ്റ് ചെയ്തു. ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു തുടക്കം മുതലേ. ആ സമയത്ത് ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ കൊച്ചിന് ഡൗൺ സിൻഡ്രോം സസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊരു മെസ്സേജ് കിട്ടി. അതോടുകൂടി ശരിക്കും ഭയങ്കര ടെൻഷനായി. ആ സമയത്തൊക്കെ ഞാൻ നഴ്സസ് മിനിസ്റ്ററിലേക്ക് പ്രയർ റിക്വസ്റ്റൊക്കെ ഇട്ടു. അപ്പോൾ ആ മെസ്സേജ് ഇട്ടതിന് ശേഷം അടുത്ത സ്കാനിങ് റിപ്പോർട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഹസ്ബൻഡിനോട് ചോദിക്കുമായിരുന്നു ഇനി എന്താ ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത് വീട്ടിലും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അവർ ഓൾറെഡി ഏജ്ഡ് ആയ പേരൻസ് അല്ലേ, അവർക്ക് വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ, ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു നമ്മൾ ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ദൈവം തന്ന കുഞ്ഞ് അത് എന്ത് തന്നെയാണെങ്കിലും കുഞ്ഞിന് ജീവനുള്ള കുഞ്ഞാണെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും അന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കുരിശ് വരയ്ക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രത്യേകം വയറിൽ കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അടുത്ത റിപ്പോർട്ട് വന്നപ്പം അത് കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 21-ാം തീയതി ഞങ്ങൾക്കൊരു നോർമലായിട്ടുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഞാനും 16:12 ഇങ്ങനെ പറയുന്നു: കർത്താവേ, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ആ വചനമാണ് സിസ്റ്ററുടെ മോൻ്റെ ജീവിതത്തിലേക്ക് നടന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു മിറക്കിളായിരുന്നു അത്.
ഈ കൊറോണ സമയത്താണ് ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത്. ഞാനപ്പോൾ ആരും നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പള്ളികളൊക്കെ അടച്ചിട്ടിരിക്കാനും നമുക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു കൂട്ടായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അജ്മാനിലത്തെ ഓൺലൈൻ പ്രയറിലൂടെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. പിന്നീട് അതിൽ നിന്ന് പിന്നെ കൊറോണയൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ഷാർജ പള്ളിയിൽ ശനിയാഴ്ചകളിലെ കൂട്ടായ്മകളിലെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ നമുക്ക് ചേച്ചിമാരായാലും പിന്നെ നമ്മൾ പറയാൻ വരുന്ന ബ്രദേഴ്സ് ആയാലും തരുന്ന ചില സൂത്രവാക്യങ്ങളെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. കാരണം അവിടെ ഒരു പ്രാവശ്യം ഞാൻ കേട്ടിരുന്നു, നമ്മുടെ മക്കളെ നമ്മളെപ്പോഴും സമർപ്പിച്ച് മാതാവിനോട് പറയാം, മാതാവേ രാവിലെ തന്നെ പറയാം, എൻ്റെ കൊച്ചിൻ്റെ പ്രായം പറഞ്ഞിട്ട് പറയാം, എൻ്റെ കൊച്ചിൻ്റെ കൂടെ നിൻ്റെ ഇത്രയും വയസ്സുള്ള നിൻ്റെ മോനെ ഒരു കൂട്ടുകാരനായിട്ട് പറഞ്ഞു വിടണം. എന്നിട്ട് നിൻ്റെ നീല കാപ്പയിൽ പൊതിഞ്ഞ് എൻ്റെ കൊച്ചിനെ നീ സംരക്ഷിക്കണം. കാരണം കൊച്ചുങ്ങൾ പോകുന്ന സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, വീട്ടിലത്തെ തിരക്ക്, ഇന്നത്തെ തലമുറയാണ്, നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് റിക്വസ്റ്റുകൾ വരുമല്ലോ നമ്മുടെ, അതിലൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നന്മ നിറഞ്ഞ പറയായിരിക്കും ചെല്ലുന്നത്, പക്ഷേ അത് മറ്റുള്ളവർക്ക് അതൊരു അനുഭവമായിട്ട് തീരുന്നുണ്ടെന്നുള്ള അവരുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു അനുഭവം കൃപ എനിക്ക് ദൈവം നൽകി ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം. ജെൻസി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇതുപോലെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ജെൻസി. 2015-16 ആ സമയങ്ങളിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ലൈസൻസിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടായിരുന്നു ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലി ഇല്ലാതിരുന്ന കുറച്ച് സമയങ്ങളിൽ എനിക്ക് പള്ളിയിൽ കൂടുതൽ നേരം പോയിരുന്ന് പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനൊക്കെ ഒരു കൃപ ഈശോ തന്നു. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു ചേച്ചിനോട് പറഞ്ഞു, ക്രിസ്റ്റോസ് സെൻട്രിക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്, പ്രീതിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ആ സമയത്ത് ജോലി ഇല്ലാതെ ഇരിക്കുവാണ്, കൂടുതൽ വചനം വായിക്കാനും സമയം ഉണ്ടായിരുന്നു. കാരണം പിള്ളേരും ഹസ്ബൻഡ് ജോലിക്ക് പോകും, പിള്ളേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഈശോയോടായിട്ട് കൂടുതൽ അറ്റാച്ച് ആകാനായിട്ടുള്ളൊരു കൃപ ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം ലഭിച്ചു. അങ്ങനെ ആ 3 വർഷത്തോളം ഞാൻ അങ്ങനെ തന്നെ വർക്ക് ചെയ്തു അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ളൊരു എൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു, പ്രീത നമുക്ക് ഈ അസിസ്റ്റൻറ്റ് നേഴ്സിൻ്റെ ലൈസൻസ് വെച്ചിട്ട് നമുക്കൊന്ന് MOH ട്രൈ ചെയ്ത് നോക്കിയാലോ. ശരിക്കും ആ ആളിനെ കൊണ്ട് ചിലപ്പോൾ ഈശോ പറയിച്ചായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചേച്ചി MOHലാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ സത്യം അത് സംഭവിച്ചു. അന്ന് ആ MOHൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് അത് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അസിസ്റ്റൻറ്റ് നേഴ്സിൻ്റെ ലൈസൻസ് അല്ലേ, ചിലപ്പം റിജക്റ്റ് ആകാം, എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ആ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് എന്തായാലും ഈശോയുടെ മഹത്വം കാണുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു, എക്സാം പാസ്സായി. ഞാനിപ്പോൾ MOHൽ തന്നെ വർക്ക് ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ചേച്ചി അത്. ആ സമയത്തൊക്കെ ഞാൻ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വചനമാണ് യെശയ്യാ 45:2-3. യെശയ്യാ 45:2-3 ഇപ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ആമേൻ. ഇതുപോലെ തന്നെയാണ് ചേച്ചി എൻ്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. ഞാനിവിടെ നിന്ന് പോകാനായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എക്സാം പല പ്രാവശ്യം എഴുതിയിരുന്നു. പക്ഷേ എന്തോ ഓരോരോ കാരണം കൊണ്ട് ചെറിയ ചെറിയ പോയിന്റിനാണ് ഓരോ പ്രാവശ്യം ഞാൻ തോറ്റു പോകാറുള്ളത്. ദൈവാനുഗ്രഹം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ആ എക്സാം എനിക്ക് ക്ലിയർ ആവുന്നതും മാത്രമല്ല, അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് മറ്റൊരു രാജ്യത്ത് ജോലിയോടുകൂടി ഉള്ളൊരു ഓഫറായിരുന്നു ദൈവം തന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കൃപയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മഹത്വം. ഇതുപോലെ തന്നെയാണ് ജെൻസി എൻ്റെ ലൈഫിലും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 4ാമത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലും കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു കൃപ കൂടി ദൈവം നമുക്ക് തരും. ഞാനും ഇതുപോലെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി എക്സാം പല പ്രാവശ്യം എഴുതിയെങ്കിലും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ച് വിട്ടതായിരുന്നു. ഇനിയും ഞാനത് നോക്കുന്നില്ല, പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഈ പ്രാവശ്യം ഒന്ന് പോയി എഴുതി നോക്കിക്കോ, ഉറപ്പായിട്ട് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം, ഹസ്ബൻഡ് പറഞ്ഞല്ലേ അന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ എഴുതി.
ദൈവകൃപയാൽ ആ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. ദൈവത്തിന് മഹത്വം. ജിൻസി, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഈശോ എന്നെ സ്പർശിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് 2017 ഞാനിവിടെ ദുബായിൽ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ദിവസം ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു സാധാരണ തലവേദന വന്നു പോകും, അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞിട്ടും പോകുന്നില്ല. റെക്കറൻ്റായിട്ട് ഇങ്ങനെ തലവേദന വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കണ്ടീഷൻ ഭയങ്കര വേഴ്സാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒട്ടും സുഖമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പിന്നെ പെട്ടെന്ന് വന്നു. ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോയി. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്തു. MRIയും CT ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തലയിൽ ഒരു ഹെമാൻജിയോമ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ തലവേദനയ്ക്ക് പക്ഷേ ഒരു ശമനവുമില്ലായിരുന്നു. അപ്പോൾ ബ്ലീഡിങ് എന്ന് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പാനിക്കാവുമല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞനുസരിച്ച് ഞങ്ങൾ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് കയറിപ്പോയി. അവിടെ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായ ഉടനെ തന്നെ അവർ വീണ്ടും MRI എല്ലാം റിപ്പീറ്റ് ചെയ്തു. അവർ അവിടെ വെച്ച് ഒരു പ്രൊസീജിയർ ചെയ്തു. നമ്മുടെ നടുവിന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അയച്ചു. ആ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് മെനിഞ്ചൈറ്റിസ് ആണെന്ന്. പിന്നെ ആ സമയത്ത് കുഞ്ഞു പിള്ളേരായിരുന്നു. ആ സമയത്ത് എൻ്റെ 2 മക്കൾ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ എല്ലായിടത്തോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ആ സമയത്ത് എനിക്ക് ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റില്ല. ഞാനും മക്കളും തന്നെയാണ് നാട്ടിൽ പോയത്. ഹസ്ബൻഡ് അതിനുശേഷം ഓഗസ്റ്റ് ആദ്യം തന്നെ നാട്ടിലെത്തുകയും ഒരു ധ്യാനത്തിന് കൂടാനായിട്ടുള്ളൊരു അവസരം ഹസ്ബൻഡിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ധ്യാനഗുരുവിനോട് എൻ്റെ കണ്ടീഷൻ പറയുകയും അച്ഛൻ വചനമെടുത്ത് വായിച്ച് ഇപ്രകാരം പറഞ്ഞു, അവൾക്കൊന്നും സംഭവിക്കില്ല, ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയിൽ അവൾ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. അവരന്ന് ആ ധ്യാനം കൂടാൻ പോയ ആ സെയിം ഡേ തന്നെ എൻ്റെ കണ്ടീഷനിൽ നല്ല വ്യത്യാസം അതിനുശേഷം അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ 1 മാസത്തോളം അവിടെ ചികിത്സയിലായിരുന്നു. ആ ഒരു ധ്യാനം കൂടി തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ കണ്ടീഷൻ ശരിക്കും നോർമലാവുകയും അതിനുശേഷം ഇന്നേ വരെ അങ്ങനെ ഒരു തലവേദന എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ചേച്ചി അത്. ശരിക്കും അതൊരു മിറക്കിൾ തന്നെയായിരുന്നു ജിൻസി. കാരണം നമ്മൾ മെനിഞ്ചൈറ്റിസ് പേഷ്യൻസിനെ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ വാർഡിലാണ്. അവിടെയും നമ്മൾ ഇതുപോലെ തന്നെയുള്ള പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ കാണുമ്പോഴാണ് നമ്മളെ എന്തുമാത്രമാണ് ദൈവം കരുതുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് മഹത്വം. ഇത്രയൊക്കെ നമുക്ക് ദൈവം എന്തുമാത്രം നന്മകൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തന്നേക്കണല്ലേ ചേച്ചി. നമുക്ക് ഇത്രയും നന്മ നൽകിയ നമ്മുടെ ദൈവത്തിനെ നമുക്കൊന്ന് 2 വരി പാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിച്ച് ആരാധിച്ചാലോ? നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നേഴ്സിംഗ് എന്ന പ്രൊഫഷനിലേക്ക് നമ്മെ വിളിച്ച നമ്മുടെ ദൈവം വളരെയേറെ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തോട് വിശ്വസ്തതാപൂർവ്വം പെരുമാറുവാനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്ക 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നേഴ്സിംഗ് ഒരു ദൈവവിളിയാണ്. ആ ദൈവവിളിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞത് നമ്മൾ നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമുക്കും ഈശോയുടെ കൂടുതൽ വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ശ്രമിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ. ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.